ഈ മഞ്ജു വാര്യർക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ ടൊവിനോയെ, കാരണം ടൊവിനോയെ പെട്ടെന്ന് അതൊരു ലോജിക്കില്ലാതെയാണ് പെട്ടെന്ന് കൊന്നു കളഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം. ഇതെല്ലാം പറഞ്ഞ് മോഹൻലാൽ സംസാരിച്ച് നിനക്ക് നീ എന്തെങ്കിലും ആശയങ്ങളുമായി പൊരുത്തപ്പെട്ട് പോവുകയാണെങ്കിൽ നിൻ്റെ സഹോദരിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പാർട്ടിയിൽ തുടരാം, അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അയാൾ ഏകദേശം ഒരു പൂർണ്ണ സമ്മതപ്രകാരം തിരിച്ചു പോകുന്ന ഫ്ലൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ട് മരിക്കുന്നത്. ആ പൊട്ടിത്തെറിയുടെ കാരണമായിട്ട് അവരുടെ വില്ലൻ അവരുടെ കഥാപാത്രം എന്നാണ് ചെറിയൊരു കാര്യമാണ്, അതത്ര വലിയ കാര്യമായിട്ടില്ല, പെട്ടെന്ന് പറഞ്ഞു പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനർത്ഥം ടൊവിനോയുടെ കഥാപാത്രത്തിന് ഇനി ഒന്നും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അയാൾ അതിനേക്കാൾ ഇപ്പോൾ ഒരു ഇതിൽ വില്ലൻ മരിച്ചെങ്കിൽ പോലും വേറെ ക്രൂരനായൊരു വില്ലനാക്കി മാറ്റേണ്ടി വരും, അതില്ലാതെ ഒഴിവാക്കുകയുണ്ട്. അപ്പോൾ വില്ലന്മാരായിരിക്കാം, മോഹൻലാൽ ഉണ്ടായിരിക്കും, പൃഥ്വിരാജ് ഉണ്ടായിരിക്കും, അതുമാതിരി ഒരു ടീമെല്ലാം ഉണ്ടായിരിക്കും. ഒപ്പം പുതിയ തലമുറയിലെ ഇപ്പോൾ പ്രണവ് മോഹൻലാൽ വരുമ്പോൾ തന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനും വരാം. ഇങ്ങനെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ നടന്മാർ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെപ്പോൾ തന്നെ മഞ്ജു വാര്യർ പവർഫുള്ളായിട്ടുള്ള കഥാപാത്രം ഉണ്ടാവും. ഇങ്ങനെ ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അക്കൂട്ടത്തിൽ ഇതുവരെ രംഗത്ത് വരാത്ത നടൻ, എഴുത്തുകാരൻ കൂടിയായ നടനായ മുരളി ഗോപി ഉണ്ട് ഇവിടെ. മുരളി ഗോപിയുടെ ഒരു കഥാപാത്രം അതിശക്തമായി, അതായത് വില്ലൻ വേഷത്തിലാവാനാണ് സാധ്യതയെന്നറിയില്ല, മുരളി ഗോപിയുടെ കഥാപാത്രവും 3-ാം ഭാഗത്തിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം മുരളി ഗോപി നല്ല നടനാണ്, പല സിനിമകളിലും മനോഹരമായി വില്ലൻ വേഷമടക്കം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എഴുത്തുകാരൻ മാത്രമല്ല, അഭിനേതാവാണ്, സംവിധായകൻ, അങ്ങനെ നിരവധി രംഗങ്ങളിൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന മുരളി ഗോപി 3-ാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് അങ്ങനെ പലരും പകൽപരും അഭിനയിച്ചുകൊണ്ട് ഈ 3-ാം ഭാഗം ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത്.